ഇവിടെ AKGയെ നമ്മൾ പരാമർശിക്കുമ്പോഴെല്ലാം പാവങ്ങളുടെ പടത്തലവൻ എന്ന ഒരു വിശേഷണം ചേർക്കാറുണ്ട്. അത് ചെങ്കൊടി പ്രസ്ഥാനത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള സഖാക്കൾ പാവങ്ങൾക്ക് വേണ്ടി, ചൂഷിതർക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി, അനീതികൾക്ക് ഇരയാവുന്നവർക്ക് വേണ്ടി ശബ്ദിക്കാനും വേണ്ടി വന്നാൽ പോരാടാനും ചുമതലപ്പെട്ടവരാണ്. ആ ചുമതല ഏറ്റവും ശക്തവും തീവ്രവുമായി ഏറ്റെടുത്ത് പോന്നിട്ടുള്ള ഒരു നേതാവാണ് സഖാവ് AKG എന്ന അർത്ഥത്തിലാണ് സഖാവിനെ പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ആ സഖാവിനുള്ള സ്മാരകം ഈ വിശേഷണത്തിലുണ്ട്, നമ്മുടെ നാടിൻ്റെ ഓർമ്മയിലുണ്ട്. ചൂഷിതർക്ക് വേണ്ടി പോരാട്ടം എന്ന് ചിന്തിക്കുമ്പോൾ AKGയുടെ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരും. എത്രയെത്ര സമരവേദികളിലാണ് സഖാവ് AKG ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പോരാട്ടം നയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അത് വിസ്തരിക്കാൻ ഞാനിപ്പോൾ പുറപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ സഖാവ് AKGക്കുള്ള സ്മാരകം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തുമ്പോൾ AKGയും EMSഉം P കൃഷ്ണപിള്ളയും അങ്ങനെ ഈ തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിന് വേണ്ടി സംഭാവനകൾ അർപ്പിച്ച മറ്റ് പേരുകളൊക്കെ ഇപ്പൊ നമ്മുടെ മനസ്സിലുണ്ട്. സഖാവ് EK നയനാർ, സഖാവ് ചടയൻ ഗോവിന്ദൻ, സഖാവ് VS അച്യുതാനന്ദൻ, ഇവിടെയുള്ള സഖാവ് PP കൃഷ്ണൻ, MK കൃഷ്ണൻ, സഖാവ് ശിവദാസ് മേനോൻ. ആ പട്ടിക നമുക്ക് നീട്ടാം. എന്നാൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, നാടോർക്കേണ്ട കാര്യം, കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി, അസമത്വങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ നിസ്വാർത്ഥമായി തനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന ചിന്ത കൂടാതെ പ്രവർത്തിക്കുകയും പോരാടുകയും ചില സന്ദർഭങ്ങളിൽ സഖാവ് അഴീക്കോടൻ രാഘവനെ പോലെ, സഖാവ് കുഞ്ഞാലിയെ പോലെ ഒക്കെ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമായ വേറെ എത്ര പ്രസ്ഥാനങ്ങളുണ്ട്?